എല്ലാവർക്കും അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളായി ലോങ് വീഡിയോസും വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഷോർട്സിൽ കൂടി നിങ്ങൾ എന്തായാലും ജെൻഡർ റിവീലിൻ്റെ വീഡിയോസും ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ആണ് ഇന്ന് ഈ ചെയ്യുന്ന വ്ളോഗ്. ഈ വീഡിയോയുടെ ആദ്യത്തിൽ ഉണ്ടാവുക ഫുള്ള് നമ്മൾ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത പ്രിപ്പറേഷൻസും കാര്യങ്ങളെല്ലാം ആണ്. ഞങ്ങളും ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് തന്നെയാണ് ഈ പരിപാടിയുടെ മൊത്തം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതായിരിക്കും ഈ വീഡിയോയുടെ ആദ്യ ഭാഗങ്ങളിൽ. അത് കഴിഞ്ഞിട്ടായിരിക്കും ജെൻഡർ റിവീൽ ഫംഗ്ഷനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതും നമ്മൾ ചെയ്ത ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ബാക്കി ഭാഗത്താണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും കീപ്പ് വാച്ചിങ്. സാറ്റർഡേ ഒരു വീക്കെൻഡ് നോക്കിയിട്ടാണ് നമ്മൾ ജെൻഡർ റിവീൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, എല്ലാവർക്കും വരാൻ വേണ്ടി സൗകര്യത്തിന്. അപ്പോൾ നമ്മൾ തലേദിവസം നൈറ്റ് തന്നെ പോയിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ബലൂണുകളും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ആയപ്പോഴേക്കും പല ഭാഗത്തു നിന്നുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇവിടെ ലണ്ടനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അനുവിൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു മെയിനായിട്ട് പരിപാടി ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ബാക്ക് യാർഡും സൗകര്യങ്ങളൊക്കെ അവിടെയായിരുന്നു ഞങ്ങൾക്ക് അവസാന നിമിഷത്തിലൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട്സിനോടും അനുവിനോടും അനുവിൻ്റെ ഹൗസ് മേറ്റ്സിനോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. ഈ ഒരു ഫുൾ എൻ്റയർ പ്രോഗ്രാമിൻ്റെ മാസ്റ്റർ ബ്രെയിൻ അനുവാണ്. അവൾക്ക് മാത്രമാണ് ജെൻഡർ അറിയുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ശരിക്കും 5th മന്തിൽ നമുക്ക് ജെൻഡർ അറിയാം. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ നാട്ടിൽ പോയതുകൊണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 6 month ഒക്കെ ആയപ്പോഴാണ് ജെൻഡർ അറിഞ്ഞത്. അത് കഴിഞ്ഞ് ആ എൻവലപ്പ് നേരെ കൊണ്ടു കൊടുത്തത് അനുവിൻ്റെ കയ്യിലാണ് കേട്ടോ. അതുകൊണ്ട് അവൾക്ക് മാത്രമാണ് ബേബി ഏതാണെന്ന് അറിയുണ്ടായിരുന്നുള്ളൂ. അവൾ വേറെ ഒരാളോട് പോലും പറയാണ്ടാണ് ഇത്രയധികം കാര്യങ്ങൾ മാനേജ് ചെയ്തിട്ട് ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി അവൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ അവിടേക്ക് റെഡിയായി വന്നപ്പോഴേക്കും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ ഓൾമോസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഏതാണ് ബേബി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും അതോടുകൂടി തന്നെ എന്താ പറയുക ടെൻഷനൊക്കെ ആയിട്ട് ആകെ ഒരു മിക്സഡ് ഇമോഷൻസിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. അങ്ങനെ ഇവിടെ തൊട്ട് ജെൻഡർ റിവീൽ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വളരെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമായിരിക്കും ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ബാക്കിയൊക്കെ അവിടെ എന്തായിരുന്നു നടന്നത് അതേ സെയിം ഫുട്ടേജ് ആയിരിക്കും നിങ്ങളും കാണാൻ പോണത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാനും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ ഈ കുഞ്ഞു പരിപാടിക്ക് പങ്കെടുക്കാൻ വന്ന നിങ്ങളെല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. കാരണം അറിയാം സമ്മറാണ്, വീക്കെൻഡ് ആണ്, എല്ലാവർക്കും പല തിരക്കുകളും പല പ്ലാൻസ് ഉണ്ട്. അതൊക്കെ വേണ്ടാന്ന് വെച്ച് സാറ്റർഡേ ഈവനിങ് നമുക്ക് വേണ്ടി മാറ്റി വെച്ച എല്ലാവർക്കും താങ്ക് യു. എന്താ നമ്മുടെ ഇത് കുഞ്ഞു പരിപാടിയാണ്, നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഞാൻ ജിബിയോട് പറഞ്ഞായിരുന്നു, ജിബിക്ക് അറിയാത്ത ഒരാൾ പോലും ഈ ഒണ്ടാരിയോലും ഇല്ല. ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു 5-6 പേരെങ്കിലും ഉണ്ടാവും. എന്തായാലും താങ്ക് യു എല്ലാവരും വന്നതിന്. 2 വീക്കായിട്ട് ഞങ്ങൾ ഇതിന്റെ പിന്നാലെയാണ്. മാക്സിമം ഞങ്ങളുടെ എഫേർട്ട് എടുത്ത് പരിപാടി ഗംഭീരാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആവുമെന്ന് അറിയത്തില്ല, നോക്കാം. എന്താ ശരിക്കും നല്ല ടെൻഷൻ ഉണ്ട്. ആ റിവീലിംഗ് കഴിയുന്ന വരെ എനിക്ക് ടെൻഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മുൻപേ പറഞ്ഞല്ലോ ഈ പരിപാടിയുടെ മുഴുവൻ മാസ്റ്റർ ബ്രെയിൻ അനുവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പരിപാടി എങ്ങനെയായിരിക്കും, അതേപോലെ റിവീലിംഗ് ഫെയിൽ ആവാണ്ട് നല്ല അടിപൊളിയായിട്ട് നടക്കണമല്ലോ. പക്ഷെ ഇത്രയൊക്കെ ടെൻഷൻ്റെ ഇടയിൽ അവൾ ഞങ്ങൾക്ക് പണി തരാൻ വേണ്ടി മറന്നില്ല കേട്ടോ. ഞങ്ങളെ ആദ്യമായിട്ട് ഈ പരിപാടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്തേക്ക് പാട്ടൊക്കെ വെച്ച് 2 സ്റ്റെപ്പൊക്കെ ഇട്ട് ഇറങ്ങി വന്നാൽ മതി എന്ന് പറഞ്ഞു. ജിബിൻ അത് നല്ല കൂളായിട്ട് ഹാൻഡിൽ ചെയ്തു. ആളങ്ങനെ അത്ര പെട്ടെന്ന് പതറിപ്പോണ കൂട്ടത്തിലൊന്നുമല്ല. എന്നോട് പറഞ്ഞപ്പോൾ ഞാനൊന്ന് പകച്ചു പോയി. എന്നാലും ഞാൻ സ്റ്റെപ്പൊക്കെ ഇട്ട് ഇറങ്ങി. പക്ഷേ ഈ വയറും അതേപോലെ തന്നെ ഫുൾ ഗൗണൊക്കെ ഇട്ട് അങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇച്ചിരി പാടായിരുന്നു. പക്ഷെ എന്നാലും ഞാനും എങ്ങനെയൊക്കെയോ അതും ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ സമയത്ത് പ്ലേ ചെയ്ത ഒറിജിനൽ മ്യൂസിക് ഞാൻ വെക്കാത്തത് കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണമാണ്. അതിപ്പോൾ എന്താ പറയുക മോണിറ്റൈസേഷന് മാത്രമല്ല, ചിലപ്പോൾ ചാനലിന് തന്നെ പ്രശ്നം വരും അങ്ങനെ മ്യൂസിക്കൊക്കെ വയ്ക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാട്ടോ അങ്ങനത്തെ മ്യൂസിക്കൊക്കെ അവോയ്ഡ് ചെയ്ത് ഞാൻ മാക്സിമം വോയിസ് ഓവർ കൊടുക്കണേ. അങ്ങനെ ഞങ്ങളെ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിന് ശേഷം ജോയ്സും ഡെസ്റ്റേച്ചും വന്നിട്ട് എനിക്കും ജിബിനും മം ട്യൂബിയും ഡാഡ് ട്യൂബിയും ബാഡ്ജാണ് പിന്നെ കുത്തി തന്നത് കേട്ടോ. അങ്ങനെ ഇവിടം കൊണ്ടൊന്നും ഞങ്ങൾക്കുള്ള പണികൾ കഴിഞ്ഞിട്ടില്ല. ജെൻഡർ റിവീലിന് തൊട്ട് മുന്നായിട്ട് വേറൊരു പണിയും കൂടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എനിക്കും ജിബിനും വേണ്ടിയിട്ട് കപ്പിൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആയിരുന്നു. അത് ഫണ്ണായിട്ട് തന്നെ നിങ്ങളെല്ലാവരും എടുക്കണം കേട്ടോ. ഓൾറെഡി പണി കിട്ടി നിൽക്കുകയാണല്ലോ. കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും, നീ ആദ്യം ആൻസർ എഴുതുക, എന്നിട്ട് നീ ആൻസർ പറയാം. എന്താണ് നിങ്ങൾ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ ദിവസം, മന്തും ഡേറ്റും പറയാൻ പറ്റേ പിന്നെ ഓ അറിയാലേ. ഫാമിലി അങ്ങനെ ജനുവരി ഡേറ്റ് പറ. ഡേറ്റ് 19 ജനുവരി ആണോ? 19th ഫെബ്രുവരി 19th 2024. 19 അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഡേറ്റ് ഇതൊക്കെ ഓർത്ത് വെക്കണം.
ഇത് പേര് ടഫാ. 8 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഓർമ്മ ശരിയാക്കണം. ബാബർസ് സമയം തന്നോണ്ടല്ലോ ഉപകാരം ഉണ്ടോ? ബാബർ ബസാർ. ഇപ്പൊ കറണ്ട് എത്ര വീക്സ് ആയി കറക്റ്റ് ആൾക്ക്? ഇത് കറക്റ്റ് എത്ര വീക്സ് ആയി? സംജാന്തിക്ക് 7 മാസം. അത് കണക്ക് തെറ്റിപ്പോയതാ. വിന്നിന് തെറ്റ് സംഭവിക്കാറില്ല. ഇനി വെള്ളമാണെങ്കിലോ? വിന്നിന് തെറ്റില്ല. കൊച്ചിന്റെ വെയിറ്റ് എത്രയാ ഇപ്പോഴത്തെ വെയിറ്റ്? ക്വസ്റ്റ്യൻ വേസ്റ്റ് ആയി പോയി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണ്ടോ? ഹാർട്ട് ബീറ്റ് ലാസ്റ്റ് ഹാർട്ട് ബീറ്റ് എനിക്കറിയില്ല. സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? വിന്നുവിന് ഏറ്റവും ക്രേവിംഗ് തോന്നിയ ഒരു സ്നാക്കോ ഫുഡോ എന്താ വെച്ചാൽ നീ അത് ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെ എനിക്കോളൂ. കേക്ക്. ഒരു കിലോ കേക്ക് കഴിച്ചോളത് മിസ്റ്റേക്ക് വന്നേ. ഫുഡ് ഈ പ്രഗ്നൻസി പീരീഡില് രണ്ടെണ്ണുണ്ട്. ഈ ഗ്രില്ലീക്കം കുഴിമന്തി. കുഴിമന്തി അൽഫാമു പ്രഗ്നൻസി പീരീഡില് ഏറ്റവും സംഭവിച്ച എന്തെങ്കിലും മെമ്മറബിൾ മൊമെന്റോ ഇൻസിഡന്റോ? അയ്യോ അത് പറയാൻ പറ്റാത്ത നിങ്ങൾ ഒരുമിച്ച് പാട്ടായിട്ടുള്ള നാട്ടിൽ പോയി. നിന്നെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റണ ഇപ്പൊ ഈ ടൈമില് വെയർ ചെയ്യാൻ ഇഷ്ടമുള്ള ഡ്രസ് എന്താ? ശരിയാക്കി പല ചുരിദാറോ ഉടുപ്പോ അങ്ങനത്തെ. അല്ല ഇത് ഡെലിവറി ബാഗിൽ വെക്കേണ്ട 5 നെസസറി തിങ്സ്. ഞാൻ പറയാം. ഡ്രസ്, തോർത്ത്. അല്ല പിന്നെ ബ്രഷ് പേസ്റ്റ്, സോപ്പ്, വെള്ളം കുപ്പി, ഫോൺ ചാർജർ. ഞാൻ പറയാം കൊച്ചിന്റെ ഡ്രസ് മറ്റേ കൊണ്ടുപോണത്. അതെങ്ങനെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ പറഞ്ഞേ. വോട്ട് ചെയ്യാതെ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒന്ന് വോട്ട് ചെയ്യാൻ. ലാസ്റ്റ് ജെൻഡർ റിവീൽ ചെയ്ത ശേഷം കറക്റ്റ് ആയി പറഞ്ഞ ആൾക്കാരിന്ന് ഒരാളെ തെരഞ്ഞെടുത്ത് ഒരു ഗിഫ്റ്റ് നമ്മള് ഞാൻ ചെയ്യുന്നില്ല. അങ്ങനെ കൂടുതൽ ആൾക്കാരും ബോയ്ക്കാണ് കേട്ടോ വോട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ജെൻഡർ റിവ്യൂല് നമ്മൾ നടത്തുന്നത് ക്രിക്കറ്റ് അതിൻ്റെ ഒരു ബേസിലാണ്. കാരണം ജിബിൻ ക്രിക്കറ്റ് പ്ലെയർ ആണ്. പിന്നെ എനിക്ക് പ്രാക്ടീസ് സെഷന് വേണ്ടിയിട്ട് 2-3 ബോളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കിതായിട്ട് യാതൊരു ബന്ധമില്ല. അങ്ങനെ ഇപ്പോഴാണ് ഞങ്ങളുടെ 3ാമത്തെ ബോളിലാണ് ഞങ്ങളുടെ കറക്റ്റ് ജെൻഡർ റിവ്യൂല് നടക്കാൻ പോകുന്നത്. ഈ ജെൻഡർ റിവീൽ കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഫേസ് കണ്ടാൽ നിങ്ങൾക്കറിയാം ഞാൻ എത്രത്തോളം ഹാപ്പിയാണെന്നും അത്രത്തോളം അൺഎക്സ്പെക്റ്റഡ് ആണെന്നുള്ളത്. കാരണം ഈ പ്രഗ്നൻസിയിൽ എനിക്ക് ഒരുപാട് ഫിസിക്കൽ ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരുവിധം എല്ലാവരും പറഞ്ഞത് പോയായിരിക്കാനാണ് ചാൻസ് എന്നാണ്. പിന്നെ എന്താ പറയുക, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും എനിക്കും ജിബിനും വീട്ടിൽ ആർക്കും ഒരു കുഴപ്പമില്ല കേട്ടോ. ഞങ്ങളത് അത്രയും സന്തോഷത്തോടുകൂടി തന്നെ സ്വീകരിക്കും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു പെൺകുട്ടി വേണമെന്ന് ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ അത്രയും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ഇങ്ങനെ പോയായിരിക്കാനാണ് കൂടുതൽ ചാൻസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മൈൻഡൊക്കെ സെറ്റാക്കി. എന്നാൽ അന്ന് ഉച്ചയ്ക്കും കൂടി ഞാൻ ജിബിനോട് പറഞ്ഞുള്ളൂ എനിക്കൊരു പെൺകുട്ടി വേണമെന്ന് അത്രയും ആഗ്രഹം ഉണ്ടെന്ന്.
പക്ഷേ എല്ലാം കൊണ്ടും ആ റിവീൽ കഴിഞ്ഞപ്പോൾ ഞാനാണ് ഏറ്റവും സർപ്രൈസ് ആയത്. ഒരു പെൺകുട്ടീനെ കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ കണ്ട സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും സന്തോഷമായിരുന്നു. അങ്ങനെ ജെൻഡർ റിവീൽ പരിപാടിക്ക് ശേഷം പിന്നെ നമ്മൾ കുറച്ച് കേക്ക് കട്ടിങ്ങും പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു വന്ന എല്ലാവരുമായിട്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഗെയിംസാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഗെയിം, കരയുന്ന കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്തുക, ബേബിയുടെ വായിൽ പെസിഫയർ വെക്കണത്. ഇപ്പോൾ നമ്മൾ സുന്ദരിക്ക് പൊട്ടുതട ഓണത്തിന് കളിക്കണതിൻ്റെ ഒരു ജെൻഡർ റിവീൽ വേർഷൻ, അങ്ങനെ അത് കളിച്ചു. ഒരുവിധം എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ല ഫൺ ആക്ടിവിറ്റിയാണ്. നമ്മൾ സുന്ദരിക്ക് പൊട്ട് തൊടുമ്പോൾ ഉള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ, ആ ഒരു വൈബ് അതേപോലെ തന്നെയായിരുന്നു. അങ്ങനെ അവസാനം എല്ലാവരുടെയും ട്രയൽ കഴിഞ്ഞിട്ട് ഇതിൽ ജയിച്ചത് ഞാനും ജോയ്സുമാണ്. സമ്മാനം കൊടുക്കാൻ വേണ്ടിട്ട് Okay, start. Shoulder, knees, shoulder, head, nose, lips, shoulder, knees, toes, head, eyes, nose, shoulders, head, നേരെ നിൽക്കെല്ലാരും. knees, head, nose, winner. അങ്ങനെ ഈ ഗെയിമിന് ശേഷം മൂന്നാമത്തെ ഗെയിമായിട്ട് ഞങ്ങൾ ഉണ്ടായിരുന്നത് ഏറ്റവും സ്പീഡിൽ ആർക്കാണ് ഡൈപ്പർ ചേഞ്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇതിൽ പലരും ആദ്യമായിട്ട് ഡൈപ്പർ ചേഞ്ച് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ എന്നാലും എല്ലാവരും ഒരു ഇത് തന്നെ നന്നായിട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ അവസാനം അതിലത്തെ വിന്നറായത് തിമോ ആണ്. അങ്ങനെ തിമോന് ഗിഫ്റ്റ് കൊടുത്തെടുത്തത്. ഈ പരിപാടികൾക്ക് എല്ലാം ശേഷം ചെറുക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും, അതായത് എൻ്റെ ഫ്രണ്ട്സും ജിബിൻ്റെ ഫ്രണ്ട്സും കൂടി നടത്തുന്ന എന്താ പറയുക കലാപരിപാടികളായിരുന്നു. ഞങ്ങളുടെ ഇടയിലുള്ള ഏറ്റവും നല്ലൊരു സിംഗറാണ് ജോബിൻ. അപ്പോൾ അവനോട് ഞാൻ തലേ ദിവസം പവിത്രം സിനിമയിലെ വാലിന്മേൽ പൂവും പാട്ട് അയച്ചു കൊടുത്തിട്ട് എനിക്ക് വേണ്ടി നീ പാട്ട് പ്രത്യേകം പാടണം എന്ന് പറഞ്ഞ് അവനത് പഠിച്ചു വന്ന് പാടിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ടായിരുന്നു പാടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ റേച്ചൽ അനുവും കൂടി ഒരു കുഞ്ഞ് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ആയിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊരു ഗ്രൂപ്പ് ഡാൻസ് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മുൻപ് പറഞ്ഞ പോലെ മ്യൂസിക് ഒന്നും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ ആണ്. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ ഒറിജിനൽ വേർഷൻസ് ഒക്കെ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാനത് എന്താ ലൈക്ക് കാർഡ്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. ഞങ്ങളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഞാൻ വളരെ കട്ട് ഷോട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുള്ളൂ, കാരണം എന്തായാലും നമുക്ക് ഫുൾ ഇതിൽ കാണിക്കാൻ പറ്റില്ല. ഈ പരിപാടിക്ക് ഇത്ര ഭംഗിയായിട്ട് നടക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട് കേട്ടോ. എൻ്റെ ഫാമിലി, ജിബിൻ്റെ ഫാമിലി, അതേപോലെ തന്നെ ഞങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് സുജിത്ത്. എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയിലും നിങ്ങൾ അവനെയും കണ്ടിട്ടുണ്ടാവും. അൺഫോർച്ചുനേറ്റ്ലി അവൻ ഈ പരിപാടിക്ക് വരാൻ പറ്റിയിട്ടില്ല. സോ ഇവരെയൊക്കെ ഭയങ്കര മിസ്സിങ് ആയിരുന്നു. എനിവേസ് പരിപാടി എന്തായാലും നല്ല രീതിക്ക് നടന്നു. അങ്ങനെ ഞങ്ങളുടെ ഈ അർമാദിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം രാത്രി 9 മണിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോഗ്രാം പതുക്കെ ബാക്ക് യാർഡിൽ നിന്ന് വീടിൻ്റെ ഉള്ളിലേക്ക് ആക്കി. പിന്നെ ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചതും ബാക്കി ഗെയിംസ് എല്ലാം കളിച്ചതും. അങ്ങനെ രാത്രി ഒരു 12 മണിയോടുകൂടി അന്താക്ഷരിയും കൂടി എല്ലാം കളിച്ചിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടുന്ന് പിരിഞ്ഞത്. എനിവേസ് നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടാൻ വേണ്ടി മറക്കരുത് കേട്ടോ.